ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ലോകത്തെ കിടുകിട വിറപ്പിച്ച ഏകാധിപതിയായിരുന്നുവല്ലോ ഹിറ്റ്ലർ. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കഠിന ഹൃദയം പോലെ തന്നെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കുറേ നേതാക്കന്മാരും അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളുമായ അനേകർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഗീബൽസ്. അദ്ദേഹത്തിൻ്റെ വാർത്താ വിതരണം, അദ്ദേഹത്തിൻ്റെ പ്രചരണ വകുപ്പ്, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നയാളായിരുന്നു ഗീബൽസ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ മനുഷ്യവർഗത്തെ വെറുക്കുന്നു, മനുഷ്യനെന്ന് കേൾക്കുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം ഒരു മനുഷ്യനാണ്, പക്ഷെ അദ്ദേഹം പറയുകയാണ്, മനുഷ്യനെന്ന് കേൾക്കുമ്പോൾ എനിക്ക് വെറുപ്പാണ്. മനുഷ്യവർഗത്തെ, ഞാൻ മനുഷ്യനെ വെറുക്കുന്നു, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും ഞാൻ മനുഷ്യജീവിയെ വെറുക്കുന്നു. മനുഷ്യൻ എന്ന ശബ്ദം തന്നെ എനിക്ക് അരോചകമാണ്. ആ മന്ത്രി പറഞ്ഞതാണ്. എന്നാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യനെന്ന് കേൾക്കുമ്പോൾ സ്നേഹം കൊണ്ട് ഹൃദയം നിറയുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെക്കുറിച്ച് ഓർക്കുമ്പോൾ യേശുവിനുള്ളിൽ സ്നേഹം നിറയും. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം യേശു ഓർത്തു. അതുകൊണ്ട് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു എന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം വളരെ പ്രസിദ്ധമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുവിൻ്റെ സ്നേഹം അതാണ്, ജീവൻ തരാൻ തയ്യാറായ സ്നേഹം. മനുഷ്യരെ വെറുക്കുന്നുവെന്ന് ഈ ഭൂമിയിലുള്ള മനുഷ്യർ തന്നെ പറയുമ്പോൾ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവം, അതേ മകനെ നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. മകളെ നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. എന്നെ സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ലെന്നല്ലേ മകളെ നിന്റെ ഹൃദയം തേങ്ങുന്നത്? എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് ആരുമില്ല. എല്ലാവരും ഉണ്ട്. അപ്പനുണ്ട്, അമ്മയുണ്ട്, ഭർത്താവുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ഭാര്യയുണ്ട്. പക്ഷേ എന്നെ സ്നേഹിക്കാൻ, എന്താണ് അതിൻ്റെ അർത്ഥം? അകമഴിഞ്ഞ് സ്നേഹിപ്പാൻ, ഉള്ള് നിറഞ്ഞ് സ്നേഹിപ്പാൻ ആരുമില്ല എന്ന ചിന്ത കോടിക്കണക്കിന് ജനങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒരു സത്യമാണ്. എൻ്റെ കാര്യം അന്വേഷിപ്പാൻ എനിക്കാരുമില്ല, ലോൺലിനെസ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം കൊടുത്താൽ നിങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും യേശു അന്വേഷിക്കും. ഞാനിത് പറയുന്നത് ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടല്ല. എൻ്റെ ജീവിതം 19-ാമത്തെ വയസ്സിൽ യേശുവിന് കൊടുക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അന്നു മുതൽ ഈ നിമിഷം വരെ എൻ്റെ കർത്താവ് എൻ്റെ കാര്യങ്ങൾ നടത്തിയെന്ന് എനിക്ക് നന്ദിയോടെ പറയാൻ, എൻ്റെ കർത്താവിന് മഹത്വം കരയേറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് ഞാൻ തികഞ്ഞിട്ടല്ല, ഒട്ടുമല്ല, എനിക്കറിയാം, ഞാൻ തികഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ തികവിൻ്റെ പാതയിൽ എൻ്റെ കർത്താവ് എന്നെ നിർത്തിയിരിക്കുന്നു. എൻ്റെ വലങ്കരത്തിൽ എൻ്റെ കർത്താവ് വലങ്കരം കൊണ്ട് പിടിച്ചിരിക്കുന്നു. നല്ല ഉറപ്പാണ്. ആരാണ് എന്നോട് വാക്ക് പറഞ്ഞത്, ഞാൻ ആരോടാണ് വാക്ക് പറഞ്ഞത്, എനിക്ക് നല്ല നിശ്ചയമാണ്. ആ യേശു സ്നേഹമാണ്. എൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്ന എൻ്റെ യേശുവിനോടുള്ള നന്ദിയും സ്നേഹമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, അതിയായി സ്നേഹിക്കുന്നു. എൻ്റെ യേശു എന്നെയും സ്നേഹിക്കുന്നു. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത നിങ്ങളെ ഭരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പകുതിയല്ല, ഒരു 90% പ്രശ്നങ്ങൾക്കും പരിഹാരം വരും. ഇന്ന് ടെൻഷൻ അടിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ? കാരണം തന്നെത്താൻ ചുമട് ചുമക്കുന്നു എന്ന ചിന്തയാണ് ടെൻഷനിലേക്ക് മനുഷ്യൻ നയിക്കുന്നത്. കാരണം ഒരു കാര്യം വന്നാൽ ആര് നോക്കും? എൻ്റെ കാര്യം ആര് ഏറ്റെടുക്കും? പണത്തിൻ്റെ കാര്യം ആര് സഹായിക്കും? ബാങ്ക് ലോൺ അടയ്ക്കണം, ആര് തരും? പലിശക്കാർ വന്ന് നിരന്തരം ശല്യം ചെയ്യുന്നു. കടക്കാര്, കടം കൊടുത്തവർ, ബാങ്കുകാരും മറ്റുള്ളവരും വന്ന് നിരന്തരം ശല്യം ചെയ്യുന്നു. അപ്രതീക്ഷിതമായി അവർ വീട്ടിലേക്ക് വരുന്നു. സ്വസ്ഥതയില്ല, സമാധാനമില്ല.
അങ്ങനെ കഴിയുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ ഒരു ദൈവത്തിൽ ചിന്തിക്കും, എനിക്ക് കടമുണ്ട്, സത്യമാണെങ്കിലും എൻ്റെ കർത്താവ് അക്കാര്യം ഏറ്റെടുക്കും. എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റ് സ്വർഗത്തിലുണ്ട്. എനിക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുന്ന ഒരു നല്ല അപ്പൻ എനിക്കുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പും നിർണയവും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കണം. എന്നെ ഈ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലെല്ലാം പുഞ്ചിരിയോടെ നടത്തുന്നത് ഒരൊറ്റ കാര്യമാണ്: യേശു എന്നെ സ്നേഹിക്കുന്നു, യേശു എന്നെ കരുതുന്നു, യേശു എന്നെ അറിയുന്നു, യേശു എനിക്ക് വേണ്ടി എല്ലാം നിർവഹിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. നമുക്ക് വേണ്ടി എല്ലാം നിർവഹിക്കുന്ന ഒരു ദൈവമുണ്ട്. മാന്യ സഹോദര, പിന്നെ എന്തിന് ടെൻഷൻ അടിക്കണം? പ്രിയ മകളെ, നിന്റെ മകളെക്കുറിച്ച് ഓർത്ത് എന്തിന് നീ ഭാരപ്പെടണം? നിന്റെ നാളത്തെ ദിവസത്തെ ഓർത്ത് നീ എന്തിന് ടെൻഷൻ അടിക്കണം? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ എന്താകും, ഈ ചിന്ത എന്തിന് നിങ്ങളെ ഭരിച്ച് നിങ്ങൾ സങ്കടപ്പെട്ട് കഴിയണം? വിട്ടുകൊടുക്കൂ കർത്താവിൻ്റെ കരങ്ങളിൽ. എന്നെ കരുതാൻ, എന്നെ പുലർത്താൻ, എന്നെ പരിപാലിക്കാൻ, എന്നെ നടത്താൻ എൻ്റെ അപ്പൻ സ്വർഗത്തിലുണ്ട് എന്ന ആ ഉറപ്പ് പ്രാപിക്കണമെങ്കിൽ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരണം. എന്താണ് ആ തുടക്കം? യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കുന്ന ആ തുടക്കം, രക്ഷയിലേക്ക് വരുന്ന ആ മഹൽ ദിവസം, മാനസാന്തരത്തിന് വേണ്ടി നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കുന്ന ആ ശ്രേഷ്ഠ ദിവസം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആത്മീയമായ അനുഗ്രഹത്തിന്റെ തുടക്കം മാനസാന്തരത്തിലൂടെയാണ്. അതുകൊണ്ടാണ് 14-ാം സങ്കീർത്തനത്തിലും 53-ാം സങ്കീർത്തനത്തിലും സങ്കീർത്തനക്കാരൻ ഒരേ വാക്യങ്ങൾ തന്നെ പറയുന്നത്: സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. സ്ഥിതി മാറണമോ? രക്ഷ വരണം. ആനന്ദം വരണമോ? രക്ഷ വരണം. ഇന്നത്തെ ആത്മീയ സ്ഥിതി, മകനെ, നിന്റെ ഭൗതിക സ്ഥിതി, നിന്റെ കടബാധ്യത, നിന്റെ ഞെരുക്കങ്ങൾ, നിന്റെ പ്രതിസന്ധികൾ, നീ വലയുന്ന പ്രശ്നങ്ങൾ മാറണമെങ്കിൽ ഈ രക്ഷ വരണം, ഈ രക്ഷകൻ വരണം, യേശു വരണം. വേറെ കുറുക്കൊഴികളൊന്നുമില്ല പ്രിയരെ. കുറുക്കൊഴികൾ തേടാനാണ് മനുഷ്യന് ഇഷ്ടം. മന്ത്രവാദിയുടെ അടുക്കൽ പോകാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്, ആഭിചാരൻ്റെ അടുക്കൽ പോകാൻ ഇഷ്ടമാണ്, കുറേ പൈസ എവിടെയെങ്കിലും കൊണ്ട് ഇടാൻ ഇഷ്ടമാണ്, ഏതെങ്കിലുമൊക്കെ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി കുറേ രൂപ കടം വാങ്ങിപ്പോലും രൂപ ഇടാൻ തയ്യാറാണ്, മെഴുകുതിരി കത്തിക്കാൻ ആൾക്കാർക്ക് തയ്യാറാണ്, തീർത്ഥയാത്ര പോകാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്, വഴിപാട് കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഒരു വഴിപാടും വേണ്ട, നിങ്ങളുടെ പൈസ ചെലവഴിക്കേണ്ട, നിങ്ങൾ യേശുവിലേക്ക് വരൂ. സൗജന്യമായി, യേശു ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. നിങ്ങളുടെ പൈസയൊന്നും യേശുവിന് വേണ്ട. ഞാൻ പറഞ്ഞത്, നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല, സൗജന്യമായി തരും. നിങ്ങളുടെ ജീവിതം കൊടുക്കുക, അതാണ് യേശുവിന് വേണ്ടത്. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നു. ദൈവം പറയുന്നതാണ്, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും, ഇഫ് എനിബഡി, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട്, കർത്താവിൻ്റെ ശബ്ദം കേട്ട് ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നാൽ, കർത്താവ് പറയുന്നു, ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുമെന്ന്. കർത്താവിന് സ്തോത്രം. ആ മഹാഭാഗ്യം, ആ ഭാഗ്യ പദവി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. കിരാതമായ ഭരണാധികാരികളെ പോലെ മനുഷ്യരെ കൊന്നൊടുക്കുന്നവരോ മനുഷ്യരെ പീഡിപ്പിക്കുന്നവരോ അല്ല, മറിച്ച് സ്നേഹം കൊണ്ട് മനുഷ്യനെ നിറയ്ക്കുകയും തൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കുവാൻ അധ്വാനിക്കുകയും ചെയ്യുന്ന, ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. കർത്താവിന് സ്തോത്രം. എനിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായ യേശു, എൻ്റെ പാപങ്ങൾ വഹിച്ച യേശു, എൻ്റെ ശാപങ്ങൾ ഏറ്റെടുത്ത യേശു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ശാപം സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി എനിക്ക് ശാപമോചനം തരുവാൻ, എന്നെ ശാപത്തിന് വിടുവിക്കുവാൻ, തലമുറകളായി പകർന്നു വന്ന ചില ശാപബന്ധനങ്ങൾ ജീവിതത്തിൽ ഉണ്ടല്ലോ എന്നോർത്ത് ഭയപ്പെട്ട് ഭാരപ്പെട്ട് കഴിയുന്നവരാരെങ്കിലും ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ക്രൂശിലേക്ക് നോക്കൂ. കർത്താവ് ഒരു ശാപക്രിസ്തനെ പോലെ കിടക്കുന്നു. മകനെ, മകളെ, നിന്റെ ശാപം പോക്കാൻ ഒരു പാപിയെപ്പോലെ യേശു ക്രൂശിൽ രക്തം ചിന്തി. മകനെ, നിന്റെ പാപവും അകൃത്യവും ക്ഷമിക്കുവാൻ. ഹല്ലേലൂയ. യേശു അടിപ്പണരേറ്റു. മകളെ, മകനെ, നിനക്ക് സൗഖ്യം തരാൻ.
ആ യേശുവിനെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. ഞങ്ങൾക്കൊരു സഭയെക്കുറിച്ച് പറയാനില്ല, ഒരു കൂട്ടായ്മയെക്കുറിച്ച് പറയാനില്ല, ഏതെങ്കിലും ദൈവദാസനെ കുറിച്ച് പറയാനില്ല. ഞങ്ങൾക്ക് ഉയർത്താൻ ഒരേ ഒരാൾ മാത്രം, യേശുക്രിസ്തു. കാൽവറിയിൽ നമുക്ക് ഏവർക്കും വേണ്ടി യാഗമായ യേശുക്രിസ്തു. ആ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. വരൂ യേശുവിൻ്റെ അരികിലേക്ക്, ഓടി വരൂ യേശുവിൻ്റെ പാദത്തിലേക്ക്. യേശുവിൻ്റെ സന്നിധിയിൽ ജീവിതം സമർപ്പിക്കൂ. നാഥ, ഞാൻ ഇന്നു മുതൽ യേശുവിനായി ജീവിക്കും. അങ്ങനെ നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ യേശുവിൻ്റെ കരം നിങ്ങളുടെ ശിരസിൽ വയ്ക്കും. യേശു സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ആശീർവദിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളും യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം നിങ്ങളും പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കർത്താവ് ഉത്തരം തരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.